രാവിലെ തന്നെ ഗീതേച്ചിൻ്റെയും ഷൈജേച്ചിൻ്റെയും സൗണ്ട് കേട്ടിട്ടാ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോണ്ട് ഒരു എല്ലാ മാസവും വരുന്ന പോലെ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വന്നിക്ക്. നമ്മളെ വീട്ടിലെ പണി തുടങ്ങിയിരിക്കുന്നില്ല. ഓരൊക്കെ വീട്ടിലെ പണിയും കഴിഞ്ഞ് ഓരോ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുകയും ചെയ്തേക്ക്. ഒരു മാത്രമല്ല കേട്ടോ, ഇന്ന് കുഞ്ഞാലമലക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുണ്ട് ഒപ്പരം. ഓരോ വീട്ടിലും 2 ചാക്ക് വീതം ഹരിതകർമ്മസേന കൊടുക്കും. അതിൽ ഒന്നിൽ നമ്മൾ വെള്ള കവറുകളും ഒന്നിൽ നമ്മൾ കളറ് കവറുകളാണ് ഇട്ട് വേർതിരിച്ച് വെക്കുന്നത്. ഒരു വീട്ടിലെ ഇട്ട് വെച്ച പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ വീട് കയറി ഇറങ്ങി എത്ര പ്ലാസ്റ്റിക്, എത്ര അജൈവ മാലിന്യങ്ങൾ ഇവർ ശേഖരിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ഓരോ മാസവും നമ്മളെയൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി അജൈവ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് അത് കേന്ദ്രങ്ങളിൽ എത്തിച്ച് വേർതിരിച്ച് സംസ്കരിച്ച് അങ്ങനെ ഒരുപാട് പ്രക്രിയയിലൂടെയാണ് കേട്ടോ ഇവർ നമ്മളെ നാടിനെ വൃത്തിയിലേക്ക് നയിക്കുന്നത്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ചെടി നടുകനോ ഒരു പച്ചക്കറി നടുകനല്ലോ മണ്ണിലൊരു ചെറിയൊരു കുഴി കുഴിച്ചാൽ പോലും അടിയിൽ നിന്ന് പ്ലാസ്റ്റിക് കവറായിരുന്നു ഇങ്ങനെ പൊന്തി വരിക. അന്ന് ഈ ഒരു സംവിധാനമൊന്നും ഇല്ലേനു. നമ്മളെല്ലാം ഒന്നിൽ വലിച്ചെറിയൂ അല്ലെങ്കിൽ കത്തിക്കൂ അങ്ങനെയൊക്കെയാണ് ചെയ്തേ. പക്ഷേ ഇന്ന് ഹരിതകർമ്മ സേനയിലൂടെ നമ്മളെ മാലിന്യങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോകുന്ന വഴി നമ്മളെ വീടും പറമ്പും നാടും തന്നെ വൃത്തിയായെന്ന് പറയാം. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മോചിതരാകുകയും ചെയ്തു. കുഞ്ഞാലിമലക്കാർ ഹൈസ്കൂളിലെ കുട്ടികളാണ്. NSSന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. എല്ലാ വർഷവും നമ്മളെ ഏച്ചിമാരുടെ കൂടെ ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് NSS വളണ്ടിയേഴ്സ് വരിക പ്ലാസ്റ്റിക് കവറുകൾ വേർതിരിക്കാനും പെറുക്കാനും ഇവർ ചെയ്യുന്ന എല്ലാ ജോലിയിലും സജീവമായിട്ട് ഇവരും ഉണ്ടാവും കേട്ടോ. കുട്ടികളും അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യട്ടല്ലേ. ഹരിതകർമ്മസേന വീടുകളിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നല്ലോ, എങ്ങനെയൊക്കെയാണ് നമ്മളെ നാടും വീടൊക്കെ ഇത്രയും വൃത്തിയായി മനോഹരമായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മഴയും വെയിലൊക്കെ കൊണ്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി ചാക്കും കെട്ടൊക്കെ എടുത്ത് നടന്ന് ലോറി കയറ്റിയും അത് കൊണ്ടുപോയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ നമ്മളെ നാടിനെ ഇവർ മാലിന്യമുക്താക്കി കൊണ്ടിരിക്കുന്നത്. നേഴ്സുമാരെ നമ്മൾ മാലാഖമാർന്ന് വിശേഷിപ്പിക്കുന്നില്ലേ, അതുപോലെ തന്നെ നമ്മളെ നാടും നഗരവും ഇത്ര മനോഹരമായിട്ടും ഇത്ര വൃത്തിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളെ ഈ ഒരു ഏച്ചിമാരെ മുഴുവനും നമുക്ക് മാലാഖമാർന്ന് തന്നെ വിശേഷിപ്പിക്കാം.